അത് റേപ്പിനെ സംബന്ധിച്ചിടത്തോളവും ഈ മറ്റ് ലൈംഗിക കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പുതിയ നിയമം എന്നൊക്കെ നമ്മൾ പറയുന്നതിനകത്ത് അതി വലിയ പ്രത്യേകതയൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? അതായത് ഇത് നേരത്തെ ഉള്ള കാര്യം തന്നെ. അതിനകത്തൊക്കെ ഒരുപാട് വിധി വന്നിട്ടുള്ളതാണ്. ഒരു പെൺകുട്ടിയെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ബലത്തിൽ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ആ പെൺകുട്ടി ഇതിന് ലൈംഗിക ബന്ധത്തിന് സമ്മതം കൊടുക്കുന്നു എന്നിരിക്കട്ടെ. അതേപോലെ തന്നെ അല്ലെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നേരെ പിടിച്ച് ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഒരു മാലയിട്ടിട്ട് വന്നിട്ട് അപ്പോൾ അതിൻ്റെ ബലത്തിൽ ഈ കുട്ടി സമ്മതിക്കുന്നിരിക്കും, പെൺകുട്ടി സമ്മതിക്കുന്നിരിക്കും, അല്ലെങ്കിൽ യുവതി സമ്മതിക്കുന്നിരിക്കട്ടെ ലൈംഗിക ബന്ധത്തിന്. ഇത് മുമ്പ് തന്നെ ഒഫൻസാണ്, ഇപ്പോഴുള്ള കാര്യമല്ല. ഇപ്പം അത് എഴുതി വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? കൺസെൻ്റ് ആണ് ആവശ്യം അവിടെ, സമ്മതം. ആ സമ്മതം എന്ന് പറയുന്നത് എന്താണ്? കൺസെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രീ കൺസെൻ്റ് വേണം. കൺസെൻറ്റ് ഫ്രീ കൺസെൻ്റ് ആവണമെങ്കിലോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലേക്ക് ഒന്ന് നോക്കിയാൽ മതി നമ്മൾ. അതായത് വെൻ കൺസെൻറ്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് ഹിറ്റ് ബൈ ഫ്രോഡ്, കൊയർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. കേട്ടോ, ഇതൊക്കെയാണ്. അതായത് ഫ്രോഡിലൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്, ഒരു ചീറ്റിംഗ്, കളിപ്പിക്കുക. അതുമൂലം നേടിയെടുക്കുന്ന കൺസെൻ്റ് എന്ന് പറയുന്നത് ഫ്രീ കൺസെൻ്റ് അല്ല. അതേപോലെ തന്നെ നിർബന്ധിക്കുക, ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുക, അങ്ങനെ അത് ആ രീതിയിൽ കൺസെൻറ്റ് വാങ്ങിയെടുത്തെന്ന് പറയുക, അതും ഫ്രീ കൺസെൻ്റ് അല്ല. അതുപോലെ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഡോമിനേറ്റിംഗ് ദ വിൽ ഓഫ് ദി അതർ. ഇപ്പോൾ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിനിയെ ഇതുപോലെ ഉപദ്രവിക്കുക, കാരണം ഡോമിനേറ്റിംഗ് കപ്പാസിറ്റിയാണ് അങ്ങനെയുള്ള ആൾ. അല്ലെ മാസ്റ്റർ സെർവൻറ്റ്, ഒരു ഉദ്യോഗസ്ഥൻ, ആ ഓഫീസിലെ ഒരു താഴെ ഉള്ള ഒരു ജീവനക്കാരിയോട് ഇതുപോലെ ചെയ്യുക, അതൊക്കെ വന്നു കഴിയുമ്പോൾ ഈ കൺസെൻ്റ് എന്ന് പറയുന്നത് അത് ഫ്രീ കൺസെൻ്റ് അല്ല. അങ്ങനെ ഫ്രീ കൺസെൻ്റ് അല്ലാത്തതുകൊണ്ട്, കൺസെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ദാറ്റ് വിൽ എമൗണ്ട് ടു റേപ്പ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇതുപോലെ വിവാഹം കഴിച്ചോളാം എന്ന് വാഗ്ദാനം നടത്തിയിട്ട് അവർ ആ വിശ്വാസത്തിൽ ആ പെൺകുട്ടി വഴങ്ങിക്കൊടുക്കുന്നെന്നിരിക്കട്ടെ, ഇതിന് സമ്മതിക്കുന്നെന്നിരിക്കട്ടെ, അത് കൺസെൻ്റ്, ഇവൻ കല്യാണം കഴിക്കാതിരിക്കാനാണ് അവൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും സൂപ്പർവീനിങ് സർക്കംസ്റ്റാൻസ് കൊണ്ട് കല്യാണം നടക്കാതിരിക്കുന്നെന്ന് പറയുന്ന പ്രശ്നമല്ല. ആദ്യമേ തന്നെ അവൻ ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയുടെ അടുത്തത്, ഇതുപോലെ പലരെ എങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, അവൻ ഉറപ്പായിട്ടും ഇത് കൺസെൻ്റ് അല്ല, അത് റേപ്പാവും, ബലാത്സംഗമാവും. അതാണ് അത് ഈ പറഞ്ഞേക്കുന്നത്. അല്ലാതെ വേറെ പുതുമയുള്ള കാര്യമൊന്നും അല്ല. ഇത് പുരുഷന്മാർക്കെതിരെയുള്ള കാര്യമല്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവനൊക്കെ എന്തിനാ ഈ പരസ്പര സമ്മതം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ലൈംഗിക ബന്ധത്തിന് പോകുന്നത്? അതൊന്നും വേണ്ട. അതിനൊക്കെ ഉണ്ട്, നിയമപരമായി നടത്തുന്ന ബ്രോത്തൽസ് നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവിടെ പോയി അതിൻ്റെ ഫീസും അടച്ച്, അല്ലെങ്കിൽ വിദേശത്ത് പോയി അതിൻ്റെ കാശും കൊടുത്ത് ഇതൊക്കെ നടത്തിക്കൊണ്ട് വന്നോണം, കുഴപ്പമില്ല. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഈ അശാസ്ത്രീയമായ രീതിയിൽ അനാരോഗ്യകരമായ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിനിടെയുള്ള വകുപ്പുകൾ ഇതൊന്നും ഒരു കാരണവശാലും പുരുഷനെതിരല്ല. എങ്ങനെ പുരുഷന്മാർക്കെതിരാവും? ഈ പുരുഷന്മാർ ഇതിന് പോകുന്നവനല്ലേ എതിരാവുള്ളൂ, വെറുതെ ഉള്ള പുരുഷന്മാർക്ക് ഇത് എതിരാവും. അതുകൊണ്ട് പുരുഷന്മാർക്കെതിരാവുന്ന വകുപ്പാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ഒരു പുരുഷനെതിരെയുള്ള ഒരു കാര്യമല്ല ഇത് പെൺകുട്ടികളുടെ രക്ഷയ്ക്കുള്ള ഒരു കാര്യമാണ്. കാരണം ഇതേപോലെ ഒരുപാട് ബിരുദന്മാർ ചെയ്യാറുണ്ട്. അതിനെ അങ്ങോട്ട് പ്രലോഭിപ്പിച്ച് ഫേസ്ബുക്കും അതിലും ഇതിലും ഇതെല്ലാം കൂടെ ബന്ധപ്പെട്ടതിന് ശേഷം കാര്യമായി പരിചയപ്പെട്ടവരെല്ലാം റെഡിയായി, നമ്മുടെ മറ്റേത് ഉടനെ കല്യാണമാണ്, ഇതെല്ലാം പറഞ്ഞ് ശരിയായിട്ട് അപ്പം ഇത് എറുത്താലും ഇതങ്ങ് സമ്മതം കൊടുക്കും. കാരണം ഒരു വിവാഹം നടക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ച് സമ്മതം കൊടുക്കും. ആ സമ്മതം എന്ന് പറയുന്ന കൺസെൻ്റ് അല്ല. എന്നിട്ട് കാല് മാറിക്കഴിഞ്ഞാൽ അവനകത്താവണം, ഒരു സംശയമില്ല. അതേപോലെ ഫേക്ക് മാരേജ്, ഫേക്ക് ഒരു മാരേജ് ആണെന്ന് വരുത്തി തീർക്കാൻ. മാരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നിയമാനുസരണമുള്ള മാരേജ്, ഹിന്ദു മാരേജ് ആണെങ്കിൽ സപ്തപതി, അതായത് ഫയറിന് ചുറ്റും ഒരു 7 ചുവട് വെക്കണം പെൺകുട്ടിയും ഈ വരനും. അതാണ് അതിൻ്റെ ഒരേ ഒരു കാര്യം, ഇതേ ഉള്ളൂ. ബാക്കി ഈ താലി കെട്ടും മാലയിടിയിലൊന്നും അത് ഈ കാര്യമല്ല. പുടകൂടെ ഇതൊന്നുമല്ല. ഈ സപ്തപതി 7 ചുവട് വെക്കുക എന്നുള്ളതാണ് അതിനകത്ത്. ഇവരൊരുമിച്ച് കൈ പിടിച്ച് 7 ചുവട് വെക്കുക, അതാണ് അതിൻ്റെ ഏറ്റവും കാതലായ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതാണ് മുസ്ലിം മാരേജ്, നിക്കാഹാണ്. ആ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമുള്ള, അല്ലാതെ അവിടെയും താലി കെട്ടും മാലയിടിയിലൊന്നുമില്ല. അതാണ് ക്രിസ്ത്യൻ മാരേജ്. അത് വിളിച്ചു ചൊല്ലി പള്ളിയിൽ വെച്ചിട്ട് ഇതുപോലെ നടത്തുക. ഇതിനൊക്കെ പകരമായിട്ട് ഒരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് നിന്നിട്ട് ഒരു അമ്പലത്തിന് മുമ്പിലോട്ട് ചെന്നിട്ട് അമ്പലത്തിന് മുമ്പിൽ വെച്ച് മാല ഇടുന്നതാണല്ലോ ഒരു കണ്ടേക്കുന്നത്.
അതിൻ്റെ കഴുത്തിൽ ഒരു തുളസിമാല ഇട്ട് കൊടുത്തതിന് ശേഷം വാ നമ്മൾ കല്യാണം കഴിച്ചു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നേരെ ലോഡ്ജിലോട്ട് വിളിച്ചുകൊണ്ട് പോവുക. അവിടെ വെച്ച് അതിനെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷം അനങ്ങാതെ അവൻ നാട് വിട്ട് അതിൻ്റെ കയ്യിൽ വല്ല അതിൻ്റെ കടുക്കനെ കമ്മലോ എന്തെങ്കിലും കുത്തുണ്ടെങ്കിൽ അതും കൂടി വാങ്ങിച്ചുകൊണ്ട് അവൻ പോകും. ഇങ്ങനെ ചെയ്യുന്നവന്മാരെ റേപ്പിനും ബലാത്സംഗത്തിന് ശിക്ഷിക്കണം, ഒരു സംശയം വേണ്ട. കാരണം അവിടെ കൺസെൻറ്റ്, ഫ്രീ കൺസെൻറ്റ് ഇല്ല. പെൺകുട്ടിയുടെ ഫ്രീ കൺസെൻറ്റ് ഇല്ലാതെ ഉള്ള ലൈംഗിക ബന്ധമാണ്. പിന്നെ പരസ്പര സമ്മതപ്രകാരം, ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ അറിയാമല്ലോ, അത് ഇതൊന്നുമല്ല, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഉഭയസമ്മത, അത് പൈസയൊക്കെ കൊടുത്ത് ഒക്കെ നടത്തുന്ന ബന്ധങ്ങൾ കാണും. അതൊക്കെ ചിലപ്പോൾ ഉഭയസമ്മതമായിരിക്കും. കാശും വാങ്ങിച്ചിട്ട് ഇതുമെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ് ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അതൊന്നും ഈ ഈ ഈ പുരുഷന് കോടതിയിൽ തെളിയിക്കാൻ പറ്റത്തില്ല, എളുപ്പമുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞ പോലെ ഇത് ഇങ്ങനെയുള്ള ഒരു കാര്യം ഈ കുട്ടിയെ ഇതേപോലെ പ്രലോഭിപ്പിച്ച് ഇങ്ങനെ ചെയ്തതാണ്, മനഃപൂർവ്വമായിട്ട് അവൻ ഇത് ചെയ്തതാണ് എന്നുള്ളത് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കൺസെൻറ്റ് ഫ്രീ അല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അത് ബലാത്സംഗമാവും. അതാണ് അത്. നേരത്തെ അതിനൊക്കെ ഒരുപാട് ഡിസിഷൻ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഡിസിഷൻ ഒരുപാട് ഉണ്ടാക്കും ഇങ്ങനെയുള്ള കാര്യത്തിൽ. അപ്പോൾ അത് വന്നേക്കുന്ന അതിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വകുപ്പായിട്ട് അത് ഉൾപ്പെടുത്തി. ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. ഇത് പുരുഷന്മാർക്കെതിരായിട്ടുള്ള വകുപ്പല്ല. സ്ത്രീകൾ അവർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ്. അവരുടെ മാന്യതയ്ക്ക് കളങ്കം വരുന്ന ഒരു പണികളും ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ ഉദ്ദേശം. അത് നല്ല കാര്യത്തോടു കൂടി കൊണ്ടുവന്നേക്കുന്നതാണ്. ആ 10 വർഷം യഥാർത്ഥത്തിൽ 10 വർഷം അല്ല വേണ്ട അതിനകത്ത്. അപ് ടു 10 വർഷം വരെ എന്ന് പറഞ്ഞാൽ അപ് ടു 10 ഇയേഴ്സ് എന്ന് പറയും. അതേപോലെ തന്നെ നേരത്തെ അതിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് അത് കൊടുക്കുന്നത്. ഇപ്പം മാസ്റ്റർ സെർവൻറ്റ് ആ റിലേഷൻഷിപ്പിലുള്ള ആണെന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് ഇല്ലാതെ ഇതുപോലെ ചെയ്യുക, അതായത് ഫ്രീ കൺസെൻറ്റ് ഇല്ലാതെ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലൈഫ് ഇംപ്രിസൺമെൻ്റ് ഉണ്ട്, അതും കൊടുക്കാം. 10 ഓർ ഇംപ്രിസൺമെൻറ്റ് അപ് ടു 10 ഇയേഴ്സ്, 10 വർഷം വരെ, അതും വിത്ത് ഫൈൻ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉള്ള ആ ശിക്ഷാവിധി, അതുകൊണ്ട് ഇത് വലിയ കൂടുതലൊന്നും അല്ല ഈ പറഞ്ഞത്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇങ്ങനെ ഒരു തവണ ഇങ്ങനെ പോയ ഈ 10 വർഷം കിടന്ന് അതും മതി എന്ന് വെക്കണം, കുഴപ്പമില്ല, കിടക്കട്ടെ. ഒരല്പം നേരത്തെ സുഖത്തിന് വേണ്ടി പോകുന്നതല്ലേ, കിടന്നോട്ടെ. എന്നുണ്ടല്ലോ എല്ലാ നിയമവും നമ്മൾ ദുരുപയോഗം ചെയ്യപ്പെടും. അപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ നിയമവും ദുരുപയോഗം ചെയ്യപ്പെടാവുന്ന നിയമങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, ഒരുപാട് പേരത് ദുരുപയോഗം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആ നിയമം കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നിയമം അവരുടെ പ്രൊട്ടക്ഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു നിയമമാണ്. അത് വളരെ നല്ലൊരു നിയമമാണ്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അത് നിയമമോശമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് ദുരുപയോഗം ചെയ്യുന്നവരുടെ കുഴപ്പമാണ്, മാനസിക നിലയാണ്. NDPS ആക്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നിയമം വേണ്ടെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് നിയമം കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതുപോലെ എല്ലാ നിയമം ഇന്ത്യൻ പീനൽ കോഡിൽ തന്നെ എത്രയോ ഉണ്ടായിരുന്ന നിയമങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ പലതും അതും ദുരുപയോഗം ചെയ്യാൻ പാടില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇത് ചിലപ്പോൾ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൂടെ അത് കാണിക്കണം. ഇപ്പോൾ പ്രോസിക്യൂഷനാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് ഈ പെൺകുട്ടിയുടെ ഭാഗം ഇത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ അവൻ സമ്മതിക്കുക, പരസ്പര സമ്മതത്തോടു കൂടിയാണെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരസ്പര സമ്മതം എങ്ങനെ വാങ്ങിയെടുത്തു എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള തെളിവാണ് പിന്നെ വേണ്ടത്. അത് ഇവനിങ്ങനെ മുൻകാലങ്ങളിൽ ഇങ്ങനെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതും പോട്ടെ, ഈ പെൺകുട്ടിയുടെ അതുമായിട്ടുള്ള സംഭാഷണങ്ങൾ എങ്ങനെയാണ്, ഇതിന് ഇവന് ഒരു ക്ലിയർ കട്ടായിട്ടൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ, ഇതെല്ലാം നോക്കേണ്ട ഒരു കാര്യമാണ്. അതിന് തെളിവ് വേണം, അല്ല വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരിക്കലും ഇത് ഇനി ചിലർ ദുരുപയോഗം ചെയ്താൽ പോലും അത് വളരെ വളരെ റെയറാണ് ദുരുപയോഗം ചെയ്യപ്പെടാൻ. കാരണം ഈ പെൺകുട്ടികളൊക്കെ വൾണറബിൾ ആവുന്നതിൻ്റെ കാരണം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ്. എന്തെങ്കിലും വാഗ്ദാനം, ഇപ്പം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചെന്നിരിക്കട്ടെ, ചാൻസും കൊടുക്കുന്നില്ല. അപ്പോൾ ആ കൺസെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇയാൾ എന്നെ ഇങ്ങനെ ആവും, ഏതായാലും സിനിമ, വിവാഹം മാത്രമല്ല സിനിമ. പക്ഷേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ പ്രത്യേകിച്ചൊരു വകുപ്പ് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഇതുപോലെ ചെയ്യുക. കാരണം എന്താണെന്നറിയോ ഇത് വരാൻ കാരണം? ഇതിപ്പോൾ ധാരാളമുണ്ട്. വിവാഹ വാഗ്ദാനം അങ്ങ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ പുറകെ നടന്നു അതിനെ കൊണ്ടുപോയി
ആവശ്യം കഴിയുമ്പോൾ എടുത്ത് ദൂരെ എറിയുക, അങ്ങനെ വരും. എന്നിട്ട് അടുത്ത ലാവണം തേടി അവൻ പോവും. അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു താക്കീതാണ് ഈ പ്രൊവിഷൻ. അതിന് ഒരു തെറ്റുമില്ല, നല്ലതേ ഉള്ളൂ.